ശ്രീപത്മനാഭസ്വാമിയെ കാണണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുമില്ല. എന്നാൽ ക്ഷേത്രത്തിലെ തിരക്ക് ആലോചിക്കുമ്പോൾ പലരും മടിക്കും. പണമുണ്ടെങ്കിൽ ഇപ്പോൾ തിരക്ക് പ്രശ്നമല്ല. വരി നിൽക്കാതെ അകത്ത് കടക്കാൻ ക്ഷേത്ര ഭരണസമിതി പ്രത്യേക ടിക്കറ്റ് ഏർപ്പെടുത്തി. പണക്കാർക്ക് മാത്രമേ അത് പ്രയോജനപ്പെടുത്താനാവൂ. കാരണം ടിക്കറ്റിന് വില 100 രൂപ. ടിക്കറ്റിന്റെ പേര് സേവാ ടിക്കറ്റ്. 4 അംഗങ്ങളുള്ള ഒരു സാധാരണ കുടുംബത്തിന് ഈ സൗകര്യം ലഭിക്കണമെങ്കിൽ 400 രൂപ ചെലവാക്കണം. എന്നാൽ ഇങ്ങനെ ആളൊന്നിന് 100 രൂപ നൽകുന്നതിന്റെ പേരിൽ പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല. ക്ഷേത്രത്തിനകത്താണ് 100 രൂപയുടെ സേവാ ടിക്കറ്റ് ലഭിക്കുക. ഇതെടുക്കുന്നവരെ തെക്കേ നടവഴി ശ്രീകാര്യക്കാരുടെ ഓഫീസിനരികിലൂടെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുന്നിലെത്തിക്കും. അവിടെ കിഴക്കേ നടയിൽ നിന്ന് വരുന്ന സാധാരണക്കാരുടെ നിരയുമായി ഇവരും ചേരും. ശ്രീപത്മനാഭനെ ദർശിക്കണമെങ്കിൽ അവിടെ നിന്ന് മുന്നോട്ട് ഇടികൂടി നീങ്ങണം. ഭഗവാന്റെ മുന്നിലും പ്രത്യേക പരിഗണനയില്ല. ഭക്തന്റെ 100 രൂപ പോയത് മിച്ചം. ഇതാണ് അവസ്ഥയെങ്കിലും 100 രൂപ സേവാ ടിക്കറ്റിന് ആവശ്യക്കാർ ഏറെ. പണമുള്ളവർ എളുപ്പം കാര്യം സാധിക്കാൻ തുനിയുമ്പോൾ ക്ഷേത്ര ഭരണസമിതിയുടെ ഖജനാവ് നിറയുന്നു. ഇതുവരെ 96,000-ലധികം ടിക്കറ്റുകൾ വിറ്റുപോയി എന്നാണ് കണക്ക്. ഈ കൊള്ളയിലൂടെ ക്ഷേത്രസമിതിക്ക് ലഭിച്ച വരുമാനം 1 കോടിയോളം രൂപ. ക്ഷേത്രപ്രവേശനം പഴയ കാലത്ത് ഉയർന്ന ജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്നു. കാലം പുരോഗമിച്ചതോടെ ആ സ്ഥിതിക്ക് മാറ്റം വന്നു. എന്നാൽ ഇപ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് പണക്കാർക്ക് പ്രത്യേക അവകാശം ലഭിക്കുന്ന സ്ഥിതിയാണ്. വി എസ് ശ്യാംലാൽ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.